നല്ല പടങ്ങളിൽ വന്നതിൽ ഒരു പടം. കൊള്ളാം. മമ്മൂട്ടിയുടെ ഇടി കാണാനായിട്ട് എന്താ വേണേ കാണാം. പെർഫോമൻസ് ആക്ഷൻ പടം എന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കാണാം. നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. മാസ് പടമാണ്. എനിക്കിഷ്ടമായി. 5-ൽ ഒരു 4 ആ റേഞ്ച്. കുഴപ്പമില്ല, നല്ല പടം, നല്ല പടം, കുഴപ്പമില്ല. 5 ഒരു 4, 3.5, 4 ഒക്കെ കുഴപ്പമില്ല. അവർ അഭിനയൊക്കെ നന്നായിട്ട്, നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സ് ഫൈറ്റൊക്കെ അടിപൊളി, സൂപ്പർ. നല്ല സിനിമ, നല്ല സിനിമ. എനർജറ്റിക് ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. പുറത്തുനിന്ന് വന്ന ആക്ടേഴ്സിനൊക്കെ നല്ല സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല സിനിമയാണ്. മേക്കിംഗ് വൈസും സ്റ്റണ്ടും മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ്. സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇത്തിരി നോർമൽ ഒക്കെ ആണെങ്കിലും നല്ലൊരു ആക്ഷൻ എന്റർടൈനർ ആയിട്ട് കാണാൻ പറ്റിയ സിനിമ. കോമഡിയും ആക്ഷനൊക്കെ ആയിട്ട് ഫിൽ ചെയ്തൊരു സിനിമ. 4. പടം ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി ഷോ ആണ്. പക്ക ഒരു മാസം എന്റർടൈൻമെന്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. കിടിപ്പടം എന്ന് പറഞ്ഞാൽ കിടുപടം. രാജ്ബി ഷെട്ടി കലക്കി. ഗംഭീര സാധനം. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗംഭീരം. പടം മൊത്തത്തിൽ തീയാണ്. എല്ലാവരും ഉണ്ട്. കോമഡി ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ക പടം. കംപ്ലീറ്റ് മമ്മൂക്ക ഷോ ആണ് പടം കംപ്ലീറ്റ്ലി. പടം മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടാണ്. ഫസ്റ്റ് മുതൽ അവസാനം വരെ മമ്മൂക്കയുടെ ഫൈറ്റ് സീനൊക്കെ കിടിലാണ്. ഈ പ്രായത്തിലും അങ്ങനെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നത് സൂപ്പറാണ്. പടം എങ്ങനെ നോക്കിയാലും പടത്തിൽ യാതൊരു ലാഭമില്ല. ഫുള്ളായിട്ട് ഫാമിലിക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഔട്ട് ആൻഡ് മസാല പടമാണ്. വൈശാഖിൻ്റെ മിഥുൻ മാനുവിലൊക്കെ ചെറിയൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. എന്നാലും പടം സെക്കൻഡ് ഹാഫിന് ശേഷം അത് സൂപ്പറായിട്ട് തിരിച്ചു വന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടമായിരിക്കും. അടിപൊളിയായിരുന്നു. എന്ത് എക്സ്പെക്ട് ചെയ്ത് ഈ പടത്തിന് വരുന്നത്? 72 വയസ്സിന്റെ പുള്ളിക്കാരെ എന്നിട്ട് അങ്ങേര് ഈ വയസ്സിൽ കാണിച്ചു വിടുന്ന കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ റോമാൻറ്റിഫിക്കേഷൻ വരും. ഇടി എന്ന് പറഞ്ഞാൽ നല്ല കിൻഡിലടിയാണ്. ഒരു രക്ഷയില്ല. അപ്പൊ ഇടിപൊട്ടും. അതുപോലെ നമുക്ക് ഇടി എപ്പോ കൊടുക്കാമെന്ന് അപ്പൊ ഗംഭീരല്ല. അതായത് നമുക്ക് വ്യക്തമായി കാരണമുണ്ട്. അയാൾക്ക് ഇടി വേണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇടിപൊട്ടും. അങ്ങനത്തെ ഒരു പടമാണ് അത്. 72-ാം വയസ്സിൽ അങ്ങേര് കാണിച്ചു വിടുന്ന കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കണ്ടു പഠിക്കണം. അങ്ങനെ കഴിഞ്ഞാട്ടാണ്. നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റാതെ തുടങ്ങി വയ്ക്കാറില്ല. നന്നായിരുന്നു. പെർഫോമൻസ് ഒന്നും പറയാനില്ല. 72 വയസ്സുകാരൻ്റെ വിളയാട്ടം. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ മിഥുൻ മാനുവലിന്റെ റൈറ്റിങ്, പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡ്യൂസിങ്, അതായിരുന്നു ഒരു എക്സ്പെക്ടേഷൻ. പിന്നെ വൈശാഖിൻ്റെ പ്രീവിയസ് പടം വലിയ ഇതില്ലാത്ത കാരണം വലിയ ഇതുണ്ടായില്ല. 5-ലൊരു 3.8. കൊള്ളാം. നല്ല അടിപൊളിയാ. രാജ്ബി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരി. 5-ലൊരു 4.5. കൊള്ളാം. മമ്മൂട്ടി അടിപൊളി. 5 ഹിറ്റാ. ഷണ്ടൊക്കെ കൊള്ളാം. ഒരു 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5-ൽ 5 കൊടുക്കാം. അടിപൊളി. എന്താ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപടം. അടിപടം എന്താ പറയാ, അത് അടിപൊളിയാണ്. നമുക്ക് രോമാഞ്ചം തുടക്കത്തിൽ അവസാനം വരെ ഉണ്ട്. ഫൈറ്റ് കാര്യങ്ങളാണെങ്കിലും മമ്മൂട്ടിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കണ്ടു നോക്ക്. നല്ല അടിപൊളി ഫൈറ്റിങ് ചെയ്തിട്ടുണ്ട്. 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5-ൽ 4.8, 5 കൊടുക്കാം. അടിപൊളി പടം. സൂപ്പർ മൂവി. അടിപൊളി പടം. അടിപൊളി. ഒന്നും പറയാം. അടിപൊളി സിനിമ വളരെ നന്നായിരുന്നു. വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ. പിന്നെ മമ്മൂട്ടിയുടെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാന്തം ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? എന്തോ 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ശരിക്കും അറിയില്ല. 5-ൽ എത്ര കൊടുക്കാൻ പറ്റും? എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.